ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിൽ നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് ഇസ്ലാം വിവാഹത്തിന് കൊടുക്കുന്ന വില അതാണ്. ഇസ്ലാമിൽ വിവാഹം ഉറപ്പിക്കുന്നതിൽ സ്ത്രീക്ക് പങ്കില്ല. നിങ്ങൾ മുസ്ലിം വിവാഹങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, അത് വരനും വധുവിൻ്റെ പിതാവും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. അതൊരു കച്ചവടം പോലെയാണ്. സ്ത്രീയെ വാങ്ങുന്നതിന് വേണ്ടി പുരുഷൻ ഒരു വില കൊടുക്കുന്നു. അതിന് മഹർ എന്നാണ് പറയുന്നത്. ആ വില പൈസ രൂപത്തിൽ തന്നെ വേണമെന്നില്ല, ഒരു കുപ്പി അത്തറായാലും മതി. അതുകൊണ്ട് ഇതാണ് വിവാഹത്തിന് ഇസ്ലാം കൊടുക്കുന്നത് വില. ഇന്ന് വിദ്യാഭ്യാസം ലഭിച്ച മുസ്ലിം സമൂഹം കുറെ മാറിയിട്ടുണ്ടെങ്കിലും പഴയ ആചാരങ്ങൾ അതേപടി തുടരുന്നു. ഇനി ഇസ്ലാമിലെ പലതരം വിവാഹങ്ങളെക്കുറിച്ച് നോക്കാം. നിക്കാഹ് മുത്ത. താൽക്കാലിക വിവാഹങ്ങളെയാണ് മുത്ത വിവാഹം എന്ന് പറയുന്നത്. ഇത് ഇന്നും നമ്മുടെ ഇന്ത്യയിൽ മുസ്ലിം വ്യക്തി നിയമത്തിലുള്ള ഒരു നിയമമാണ്. ഇതനുസരിച്ച് ഏത് മുസ്ലിം പുരുഷനും ഒരു സ്ത്രീയെ താൽക്കാലികമായി വിവാഹം ചെയ്യാം. അതായത് 1 മണിക്കൂർ നേരത്തേക്കോ 1 ദിവസത്തേക്കോ 3-4 മാസത്തേക്കോ വേണ്ടി മാത്രം വിവാഹം ചെയ്യാം. ആ സമയം കഴിയുമ്പോൾ ഈ ബന്ധം തനിയെ വേർപെടും. അതിന് ഡിവോഴ്സ് ചെയ്യേണ്ട, തലാക്ക് ചൊല്ലേണ്ട ആവശ്യമേ ഇല്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. പച്ചയ്ക്ക് പറഞ്ഞാൽ മതത്തിൻ്റെ അംഗീകാരത്തോടു കൂടിയുള്ള വ്യഭിചാരത്തെയാണ് മുത്ത വിവാഹങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മുത്തലാക്ക്. ഒരു മുസ്ലിം പുരുഷന് വിവാഹബന്ധം വേർപെടുത്തണമെങ്കിൽ 3 പ്രാവശ്യം തലാക്ക് ചൊല്ലാൽ മതി. 3 പ്രാവശ്യം തലാക്ക് എന്നെഴുതി ഫോണിൽ മെസ്സേജ് അയച്ചു വരെ വിവാഹമോചനം നടത്താറുണ്ട്. നമ്മുടെ ഇന്ത്യ അത് അടുത്ത കാലത്തായി നിരോധിച്ചു. അതുപോലെ തന്നെ വിവാഹമോചനം ചെയ്ത ബാലികമാരോ സ്ത്രീകളോ ആചരിക്കേണ്ട പല കാടൻ അനാചാരങ്ങളും ഇന്നും ആചരിക്കുന്നുണ്ട്. ഒരു മുസ്ലിം പുരുഷന് 4 സ്ത്രീകളെ വരെ വിവാഹം കഴിക്കാം. അതുകൂടാതെ എത്ര അടിമ സ്ത്രീകളെ വേണമെങ്കിലും ലൈംഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ആ ലൈംഗിക അടിമകൾ എത്ര വേണമെന്നതിൽ നിയന്ത്രണമൊന്നുമില്ല. ഈ ലവ് ജിഹാദ് വഴി ISIS പോലുള്ള തീവ്രവാദ സംഘടനകളിലേക്ക് പോകുന്ന പെൺകുട്ടികൾ അവിടെ ഈ ലൈംഗിക അടിമകളുടെ ജോലിയാണ് ചെയ്യുന്നത്. ഇസ്ലാം ഇന്നും അംഗീകരിക്കുന്ന ഒന്നാണ് അടിമത്തം. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ എപ്പോഴും കുറ്റപ്പെടുത്തുന്നത് യൂറോപ്യൻ സ്ലേവ് ട്രേഡിനെ കുറിച്ചാണ്. എന്നാൽ യൂറോപ്പുകാർ അടിമക്കച്ചവടം നടത്തുന്നതിന് വർഷങ്ങൾക്ക് മുൻപേ അറബികളുടെ ഇടയിൽ അടിമക്കച്ചവടം ഉണ്ടായിരുന്നു. യൂറോപ്പുകാർക്ക് ഈ ഐഡിയ കിട്ടിയതും അവർ ആദ്യം അടിമകളെ വാങ്ങിയിരുന്നതും ഈ അറബികളിൽ നിന്നാണ്. പിന്നീട് ക്രിസ്ത്യൻ രാജ്യങ്ങൾ തന്നെയാണ് അടിമക്കച്ചവടം നിരോധിക്കുന്നതിൽ മുൻകൈയെടുത്തതും. ഇന്നും പല ഇസ്ലാമിക രാജ്യങ്ങളിൽ അടിമത്തം നിലനിൽക്കുന്നുണ്ട്. ഈ വളരെ അടുത്ത കാലം വരെ പല മുസ്ലിം രാജ്യങ്ങളിലും അടിമക്കച്ചവടം ഉണ്ടായിരുന്നു. പിന്നീട് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ പ്രഷർ കാരണം ലോകത്തെല്ലായിടത്തും അത് നിരോധിച്ചു. മൗറിഷ്യാനിയ പോലുള്ള രാജ്യങ്ങളിൽ നിയമപരമല്ലെങ്കിലും കൂടി ഇന്നും അത് നടക്കുന്നുണ്ട്. ഏറ്റവും വലിയ രസം ഇന്ന് ഈ ലൈംഗിക അടിമകളെ വിൽക്കാൻ മൊബൈൽ ആപ്ലിക്കേഷൻ വരെ ഉണ്ടെന്നതാണ്. ബാലികാ വിവാഹം. ഇസ്ലാമിൽ ബാലവിവാഹം എന്ന് പറയുന്നതിനേക്കാൾ ബാലികാ വിവാഹം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. മുഹമ്മദ് ജീവിച്ച പോലെ ജീവിക്കുന്നതിനെയാണ് സുന്ന എന്ന് പറയുന്നത്. എല്ലാ മുസ്ലിങ്ങളും അതുപോലെ തന്നെ സുന്ന പാലിക്കേണ്ടതുണ്ട്. മുഹമ്മദ് 6 വയസ്സുള്ള ഐഷയെ വിവാഹം കഴിച്ചതുകൊണ്ട് മുസ്ലിങ്ങളും ബാലികമാരെ വിവാഹം കഴിക്കാറുണ്ട്. ഇന്ന് നമ്മുടെ ഭാരതത്തിലടക്കം പല മുസ്ലിം രാജ്യങ്ങളിലും ഇത് നടക്കാറുണ്ട്. കേരളത്തിൽ നമ്മൾ അറബി കല്യാണങ്ങൾ എന്ന് വിളിക്കുന്നത് ഇതിൻ്റെ മറ്റൊരു രൂപമാണ്. ഇതിടയ്ക്ക് വരുന്ന ഒരു വാർത്തയാണ് ഇറാനിൽ ഒരു 8 വയസ്സുള്ള പെൺകുട്ടി ആദ്യ രാത്രി ദിവസം മരിച്ചത്. യമൻ പോലുള്ള രാജ്യങ്ങളിൽ ഇത് വളരെ സർവ്വസാധാരണമാണ്. ഫെയർവെൽ ഇൻ്റർകോഴ്സ്. മുസ്ലിം പണ്ഡിതന്മാർ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു സംഭവമാണ് ഫെയർവെൽ ഇൻ്റർകോഴ്സ്. ഇതിനെക്കുറിച്ച് ഈജിപ്തിൽ ഈയിടയ്ക്ക് ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പുറകിൽ ഒരു ഇസ്ലാമിക ചരിത്രമുണ്ട്. അത് നിലവിൽ കേൾക്കാൻ സുഖമുള്ള കാര്യമല്ല. അതുകൊണ്ട് അതിൻ്റെ മതപരമായ ചരിത്രം അറിയണമെങ്കിൽ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് നോക്കിയാൽ മതി. ഇനി എന്താണ് ഈജിപ്തിലെ ഈ ഫെയർവെൽ ഇൻ്റർകോഴ്സ് എന്ന് നോക്കാം. ഇതനുസരിച്ച് ഈജിപ്തിലെ ഒരു മുസ്ലിം പുരുഷന്റെ ഭാര്യ മരിച്ച ശേഷം 1 മണിക്കൂർ നേരത്തേക്ക് അവളുടെ ശരീരവുമായി ലൈംഗികമായി ബന്ധപ്പെടാം. ലോകപ്രശസ്തരായ പല ഇസ്ലാമിക മതപണ്ഡിതന്മാരും ഈ അടുത്ത കാലത്ത് പോലും ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഫത്വ ഇറക്കിയിട്ടുണ്ട്. ഇസ്ലാമിക മതപണ്ഡിതന്മാർ ഇറക്കുന്ന ആധികാരികമായ നിയമങ്ങളെയാണ് ഫത്വ എന്ന് പറയുന്നത്.
ഈ നീച പ്രവൃത്തിയെ ന്യായീകരിക്കുന്നതിന് പല ഹദീസുകളും അവർ കാണിക്കുന്നുണ്ട്.